ഹായ്, വെൽക്കം ബാക്ക് ടു ഐഷാസ് ഫ്ലവേഴ്സ് ചാനൽ. ഐഷാസ് ഫ്ലവേഴ്സ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഐഷ ഷംസ. പിന്നെ ഞാനിന്ന് ഉണ്ടാക്കാൻ വേണ്ടി ഒരു പഴപ്രഥമൻ പച്ചടിയാണ് ഉണ്ടാക്കുന്നത്. അപ്പം കുറച്ച് ദിവസം ഞാൻ ഒരു ലോങ് വീഡിയോ ഒന്നും ഇട്ടിട്ടില്ലായിരുന്നു. എനിക്ക് ഭയങ്കര പനിയും ടോൺസിലൈറ്റീസൊക്കെ ആയിട്ട് അങ്ങനെയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനതിന് പച്ചടിക്ക് എടുത്തിരിക്കുന്നത് 3 നേന്ത്രപ്പഴമാണ് കേട്ടോ. 3 ചെറിയ നേന്ത്രപ്പഴമാണ് കിട്ടിയത് നിന്ന്. പിന്നെ അതുപോലെ തന്നെ 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ 4-5 കറിവേപ്പില ഇട്ടിട്ടുണ്ട്. ഈ പഴപ്രഥമൻ പച്ചടി ഭയങ്കര ടേസ്റ്റാണ്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് ഇഷ്ടപ്പെട്ടാലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ആ ബെല്ലൈക്കണൊന്ന് മെല്ലെ അമർത്തി എൻ്റെ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും കേട്ടോ. പിന്നെ നമുക്കൊന്ന് പഴപ്രഥമൻ പച്ചടി ഉണ്ടാക്കാൻ പോയാലോ. ഇത് പഴപ്രഥമൻ ഞാൻ താളിച്ചൊക്കെ ഒഴിച്ച് വെച്ചതാണ് കേട്ടോ. ഇന്ന് മുതൽ ഞാൻ ഓണം സീരീസ് സ്റ്റാർട്ട് ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇന്ന് പഴപ്രഥമൻ പച്ചടി നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം. നല്ല ടേസ്റ്റാണ് ഈ പഴപ്രഥമൻ പച്ചടി. നല്ല പഴുത്ത നേന്ത്രപ്പഴമായിരിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ പഴുത്ത 3 നേന്ത്രപ്പഴം ചെറുതാക്കി എറിഞ്ഞിട്ട് പച്ചമുളക് ഇട്ട് കരിവേപ്പില ഇട്ട് പിന്നെ മഞ്ഞൾപ്പൊടി ഇതിനകത്തേക്ക് ഇട്ടിട്ടോ. മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് അടുപ്പിൽ കത്തിച്ച് വയ്ക്കണം കേട്ടോ. അപ്പോൾ കത്തിച്ച് വയ്ക്കുമ്പോൾ നമ്മൾ തിളച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ ഫ്ലെയിം ഒന്ന് ചെറുതാക്കി കൊടുക്കുക. അപ്പോൾ ആ മഞ്ഞളിലേക്കൊക്കെ ആ പഴത്തിൻ്റെ ആ ടേസ്റ്റ് മെല്ലെ ചെല്ലും. നമ്മൾ ഫ്ലെയിം കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ ആ ടേസ്റ്റ് ഒന്നും ഇറങ്ങി വരില്ല, ആ പഴത്തിൻ്റെ ആ രസങ്ങളൊന്നും ഇറങ്ങി വരില്ല. ഇത് നമ്മൾ ചോറുണ്ണുന്ന സമയത്ത് ഒരു പ്രത്യേക രസമാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ഇങ്ങനെ നമ്മൾ കൂട്ടി കുഴച്ച് ഒക്കെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക രസമല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, എപ്പോഴും മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അടുപ്പിൽ വയ്ക്കാൻ നോക്കുക കേട്ടോ. പിന്നെ എന്തൊക്കെയുണ്ട് നിങ്ങളുടെയൊക്കെ വിശേഷങ്ങൾ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ല. പിന്നെ ഞാൻ ഇതിനകത്തേക്ക് ചേർക്കാൻ പോകുന്നത് നന്നായിട്ട് ഞാൻ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. ഒരു മുറി തേങ്ങയും ജീരകവും കേട്ടോ. ഇന്നത്തെ കാലത്ത് എല്ലാ അമ്മമാർക്കും നടുവേദനയാണ്, കാലുവേദനയാണ്. നമുക്കൊരു 60 വയസ്സായി കഴിഞ്ഞാൽ തുടങ്ങിയല്ലേ നമ്മുടെ വേദനകളൊക്കെ സ്റ്റാർട്ട് ചെയ്യല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ തേങ്ങ ഇങ്ങനെ എടുക്കുന്നത്, പൂണ്ടെടുക്കുന്നത്. എന്നിട്ട് ഞാൻ നേന്ത്രപ്പഴം വെന്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നന്നായിട്ട് മഷി പോലെ അരച്ചെടുക്കണം ഈ തേങ്ങ കേട്ടോ. അപ്പോൾ എൻ്റെ മിക്സി വടിച്ചപ്പോൾ എൻ്റെ കയ്യിൽ ഒരു ഇച്ചിരി തേങ്ങയുടെ ഇതൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഓണാക്കുന്നതുകൊണ്ട് ഇപ്പോൾ കുറേ ദിവസമായിട്ട് വീഡിയോ ഇടാത്തതുകൊണ്ട് ഒരു തപ്പലാണ് ഇപ്പോൾ അടുക്കളയിൽ വന്നു കഴിഞ്ഞാൽ. ഇന്നാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിരുന്നത് ഇടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കണേ. ഇത് പിരിഞ്ഞു പോകാൻ പാടില്ല. അപ്പോൾ നമ്മൾ കയ്യിലെടുക്കാതെ ഇങ്ങനെ മെല്ലെ ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇളക്കി കൊടുക്കുമ്പോൾ ആ നമുക്ക് സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ വരുമ്പോഴൊക്കെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഒട്ടും പിരിയില്ല കേട്ടോ. ഇത് കണ്ടോ, ഇങ്ങനെ മെല്ലെ ഇതാക്കി കൊടുക്കുക. ഇനി ഇതിന് ശേഷം നമ്മൾ ഞാൻ ഉപയോഗിക്കുന്നത് മിൽക്കി മിസ്റ്റിൻ്റെ യോഗേട്ടാണ്. മക്കൾക്കൊരിക്കലും ഇഷ്ടമല്ല, മറ്റേ പുളിയുള്ള തൈര് അവർക്ക് ഇഷ്ടമല്ല. അപ്പോൾ അവർക്ക് ഇഷ്ടം ഇതിനകത്തേക്ക് മിൽക്കി മിസ്റ്റിൻ്റെ യോഗേട്ട് ഞാൻ എടുത്തിട്ട് ഒന്ന് നന്നായിട്ട് കട്ടുടയ്ക്കണം. ഇതൊന്ന് തണുത്താറണം കേട്ടോ, ഇല്ലെങ്കിൽ ഇത് പിരിഞ്ഞു പോവേ. നമ്മളെപ്പോഴും വളരെയധികം ശ്രദ്ധിക്കണം. ഈ പച്ചടി അങ്ങനെ മോരുകറി അങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ അടുത്തുനിന്ന് നമ്മൾ പോകാൻ പാടില്ല. അതിൻ്റെ ടേസ്റ്റ് പോകും. ആ ടേസ്റ്റ് പോവാണ്ട് നമ്മൾ വെക്കണം കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, നല്ല കുറുകി വന്നത് കണ്ടോ. പിന്നെ നമ്മൾ ആ നേന്ത്രപ്പഴം ഒന്നും ഉടഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ കഴിക്കാൻ കിട്ടുമ്പോൾ ആ നേന്ത്രപ്പഴമൊക്കെ ഒന്ന് കഴിക്കാൻ കിട്ടും. ഇതിനകത്തേക്ക് ഇന്ന് ഫിഷ് ഫ്രൈ ഒക്കെയാണ് ഉണ്ടാക്കിയത്. എന്നിട്ട് ഞാൻ യോഗയിട്ട് നന്നായിട്ട് കൈ കൊണ്ട് ഇങ്ങനെ അടിച്ച് കൊടുക്കണം. കട്ടയൊക്കെ കളയണം കേട്ടോ. ആ കട്ട കളഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ കടുകും കറിവേപ്പിലയും ഉണക്കമുളകും ഇട്ടിട്ട് ഇത് താളിച്ചൊഴിക്കണം കേട്ടോ. ഇത് കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ഉണ്ടല്ലോ, കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. ഈ നേന്ത്രപ്പഴം കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ ഇങ്ങനെ കൊടുക്കുമ്പോൾ എന്താ പറയുക, അവരിങ്ങനെ ഇരുന്ന് നുണഞ്ഞ് കഴിച്ചോളും. ഈ ചോറിനകത്തൊക്കെ ചെറിയ കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കിത് ഇഷ്ടമായിരിക്കും. ചോറിനകത്ത് ചെറിയൊരു മധുരവും ഉണ്ടാകും, എന്നാൽ ചെറിയൊരു എരിവും ഉണ്ടാകും. നമുക്ക് തന്നെ നല്ല ഇഷ്ടമല്ല, അതേപോലെ മക്കൾക്കും ഇഷ്ടപ്പെടും ഇങ്ങനെയുള്ള കറികളൊക്കെ. ഇങ്ങനെയുള്ള കറികളൊക്കെ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ നല്ല പോഷക സമൃദ്ധമായ കറികൾ ഉണ്ടാക്കുമ്പോൾ മക്കൾക്കും കൂടി ഇഷ്ടമാകില്ല. അപ്പോൾ ഓണം വരാനായപ്പോൾ ഇനി എല്ലാവരും
ഷോപ്പിങ്ങിൻ്റെ മേളകൾ ഒക്കെ ആയിരിക്കും ഉണ്ടാവുന്നത്. നമ്മളെപ്പോഴും ഷോപ്പിംഗ് സെൻറ്ററിലൊക്കെ ആയിരിക്കും എന്നല്ലേ ഉണ്ടാവുന്നത്. എല്ലാവർക്കും നല്ലൊരു ഓണം ആശംസിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നവരൊന്നും ഈ വർഷം ഓണത്തിനില്ല. ഇനി അടുത്ത വർഷം നമ്മളിൽ ആരൊക്കെ ഉണ്ടാകുമെന്ന് അറിയില്ല അല്ലേ. അപ്പോൾ സന്തോഷത്തോടും സമ്പൽ സമൃദ്ധിയോടു കൂടിയുള്ള ഒരു ഓണം ആഘോഷിക്കുക. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് ഇതിനകത്തേക്ക് വറ്റൽമുളകും കരിവേപ്പില താളിച്ച് ഇതിനകത്തേക്ക് ഒഴിക്കണം. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ അച്ഛനമ്മമാരെയും കൂട്ടുകുടുംബങ്ങളെയും ഒക്കെ ഒരുമിച്ച് കൂട്ടിയിട്ടുള്ളൊരു ഓണം ആഘോഷിക്കുക. നമ്മുടെ വീട്ടിനകത്ത് നമ്മൾ വെറുതെ ബഹളം വെച്ച് സ്വന്തം സഹോദരങ്ങളോട് എന്തിനാ അങ്ങനെയൊക്കെ ചെയ്യുന്നത്? അവരോടൊക്കെ നന്നായിട്ട് നിന്ന് നമ്മൾ നന്നായിട്ട് ഇതാക്കുക. വെറുതെ നമ്മൾ അസൂയയും കുശുമ്പും കുന്നായ്മയൊക്കെ മനസ്സിൽ വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, ആ വീട്ടിനൊരിക്കലും ഐശ്വര്യം ഉണ്ടാക്കില്ല. ഐശ്വര്യം ഇല്ലാത്ത വീടായിരിക്കും ഉണ്ടാവും. നമുക്ക് മക്കളും സമ്പാദ്യവും എല്ലാം നമുക്ക് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നാവ് നന്നായിട്ടിരിക്കണം, നമ്മുടെ കർമ്മങ്ങൾ നന്നായിട്ടിരിക്കണം. കുശുമ്പും കുന്നായ്മ ആദ്യം കളഞ്ഞിട്ട് എനിക്കില്ല മറ്റുള്ളവർക്കുണ്ട് എന്നുള്ള ആ കുശുമ്പും കുന്നായ്മയൊക്കെ കളയുക. നല്ലൊരു ഓണം എല്ലാവരും ആഘോഷിക്കുക. എല്ലാവരും നാളെ ദൈവത്തിൻ്റെ അടുത്തേക്ക് പോകാനുള്ളതാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അവിടെ വെച്ചും കാണേണ്ടതല്ലേ. അപ്പോൾ നമ്മൾ ഇവിടെ നന്നാക്കിയെടുക്കുക. അപ്പോൾ അവിടെയും നമുക്ക് നന്നായിട്ട് കിട്ടും. ഇവിടെയും നന്നാക്കുന്നില്ല, അവിടത്തേക്കും നന്നാക്കുന്നില്ലേ, പിന്നെ നമ്മുടെ ജീവിതം അത്ര തന്നെയാണുള്ളത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒരു പഴപ്രഥമൻ വെച്ചിട്ട് പറയണേ.